അവിടെ സമീർ മീൻചന്ത ഭാഗത്താണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. അവിടെയും ഈ രണ്ട് മുന്നണികളുടെയും അല്ലെങ്കിൽ മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ ധാരാളമായി എത്തുന്നുണ്ടോ? പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി 2 മണിക്കൂർ ഇല്ല. അപ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ ഈ പറയുന്ന ഉത്സവാഘോഷത്തിന്റെ ഭാഗം എന്ന നിലയിൽ പരസ്യപ്രചാരണം അവസാനിപ്പിക്കാനായിരിക്കും അവിടെയൊക്കെ തയ്യാറെടുപ്പല്ലേ? തീർച്ചയായും വിജയകുമാർ, വലിയ ആവേശകരമായ പ്രചാരണ പരിപാടികളായിരുന്നു. അതിനിപ്പോൾ സമാപനമാകുകയാണ്. അതിൻ്റെ ആവേശത്തിൻ്റെ ആ ഒരു കൊടുമുടി തന്നെയാണ് നമുക്ക് കാണാനാകുന്നത്. വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ അതിപ്പോൾ സമാപനത്തിലേക്ക് നീങ്ങുമ്പോൾ വലിയ റോഡ് ഷോ ആയിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിന്നുള്ള സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ പ്രവർത്തകരുമൊക്കെ അതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, മീൻചന്ത ഭാഗത്ത്. ഇവിടെ നിന്ന് സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ പ്രവർത്തകരുമൊക്കെ വലിയ റോഡ് ഷോ ആയിക്കൊണ്ടാണ് അവിടെ പ്രയാണം ഇവിടുന്ന് ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് അവരുടെ യാത്ര പോകുന്നു. പിന്നീട് അവർ ചെന്നെത്തുന്നത് പയ്യാനക്കൽ ബീച്ചിലേക്കാണ്. പയ്യാനക്കൽ ഭാഗത്ത് വെച്ചുകൊണ്ടാണ് സമാപനം. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറും അപ്പോൾ തന്നെ നിലവിൽ ഡെപ്യൂട്ടി മേയറാണ്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ മേയർ സ്ഥാനാർത്ഥി കൂടിയാണ് CP മുസാഫർ അഹമ്മദ്. അദ്ദേഹം സ്ഥാനാർത്ഥി നമുക്കൊപ്പം ചേരുകയാണ്. ഈ അവസാന നിമിഷത്തിലുള്ള ആത്മവിശ്വാസം എങ്ങനെയാണ്? ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാർഡിലും കോഴിക്കോട് കോർപ്പറേഷനിലും കേരളത്തിലാകെയും LDFിൻ്റെ ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് സമാപിക്കുന്നത്. കൂടുതൽ പ്രതീക്ഷ നൽകുന്ന തരത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ LDFിന് അനുകൂലമായി ഉണ്ടാകുമെന്ന് ശുഭപ്രതീക്ഷ. ഒരു ഭരണമാറ്റം പ്രതീക്ഷിച്ചുകൊണ്ടാണ് UDFിൻ്റെ ക്യാമ്പ് സജീവമായിട്ടുള്ള പ്രചാരണമായിട്ട് പോകുന്നത്. എങ്ങനെയാണ് നിലനിർത്താൻ കഴിയുക? ഒപ്പം തന്നെ എത്രമാത്രം അതുമായി ബന്ധപ്പെട്ട ഒരു ആത്മവിശ്വാസമുണ്ട്? മാറ്റമുണ്ടാകും കോഴിക്കോട്. അത് ഭരണമാറ്റമല്ല, UDFിൻ്റെയും BJPയുടെ സ്ഥിതി വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് തെരഞ്ഞെടുപ്പിൽ പോകുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനുണ്ടാകാൻ ഇപ്പോൾ ഏറ്റവും വലിയ മാറ്റം. ഇപ്പോൾ കലാശക്കൊട്ടിന് ആവേശം പകരാൻ മന്ത്രി PM മുഹമ്മദ് റിയാസ് കൂടി എത്തുകയാണ്. വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് റോഡ് ഷോ നടക്കാൻ വേണ്ടി പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.